വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ ചെറുതുരുത്തി ഭാരതപ്പുഴയിൽ 16-കാരനെ കാണാനില്ല. വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴാണ് കുട്ടിയെ കാണാതായത്? തിരച്ചിൽ തുടരുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അന്ന് വൈകിട്ട് 6 മണിയോടെയാണ് കുട്ടിയെ കാണാതായത്. ചെറുതുരുത്തി പൈങ്കുളം റെയിൽവേ പാളത്തിന് സമീപമുള്ള ഏർള കടവിൽ വെച്ചായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ചെറുതുരുത്തി പടിഞ്ഞാറേ തോപ്പിൽ സുന്ദരന്റെ മകൻ 16 വയസ്സുള്ള ആര്യൻ എന്ന കുട്ടിയെയാണ് ഈ കടവിൽ കാണാതായത്. ആര്യന്റെ സഹോദരനും അടക്കം 5 പേരാണ് ഈ കടവിൽ കുളിക്കാൻ ഇറങ്ങിയത് 6 മണിയോടെ. ഇതിനിടെ ആര്യൻ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിപ്പോവുകയായിരുന്നു. ഈ സംഭവം കണ്ട കൂടെ ഒപ്പമുണ്ടായിരുന്ന മറ്റു സഹോദരനടക്കമുള്ളവരാണ് ഈ സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഉടൻ നാട്ടുകാർ ചെറുതുരുത്തി പോലീസിൽ വിവരമറിയിച്ചു. ആദ്യഘട്ടത്തിൽ ചെറുതുരുത്തി പോലീസ് ഉടൻ സംഭവ സ്ഥലത്തെത്തി നാട്ടുകാരുമായി തെരച്ചിൽ നടത്തിയെങ്കിലും ആര്യനെ കണ്ടെത്താനായില്ല. തുടർന്ന് ഷൊർണൂർ ഫയർഫോഴ്സിന് വിവരിച്ചു. ഉടൻ ഷൊർണൂർ ഫയർഫോഴ്സും എത്തി ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. പോലീസ്, നാട്ടുകാർ, ഷൊർണൂർ ഫയർഫോഴ്സ് ഉൾപ്പെടെ സംയുക്തമായിട്ടാണ് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നത്. ഏകദേശം 2 മണിക്കൂറോളം സമയമായി. ഇതുവരെയും ആര്യനെ കണ്ടെത്താനായിട്ടില്ല. ബോട്ട് ഉൾപ്പെടെയുള്ള സാമഗ്രികളെല്ലാം ഉപയോഗിച്ചാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുന്നത്. എന്തായാലും തെരച്ചിൽ ആര്യനെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രദേശവാസികളും സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ. എന്നാലും തെരച്ചിൽ ഇപ്പോഴും ആര്യനായിട്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഭദ്ര. ശരി, അനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശൂർ ചെറുതുരുത്തി ഭാരതപ്പുഴയിലാണ് 16-കാരൻ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരിക്കുന്നത്. എന്തായാലും 6 മണിയോട് കൂടിയായിരുന്നു കുട്ടിയെ കാണാതായത്. ഇപ്പോഴും തിരച്ചിൽ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറുതുരുത്തി സ്വദേശി ആര്യനെയാണ് കാണാതായത്.